الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. كل القلوب لطيب وصلك تطلب، ولحسن وجهك كل عين ترغب. وحديث كل الكون عنك معين، فلكل سمع منك قول مطرب. راحت بك الأرواح فيك وفارقت تركيبها، ولها اللطائف مركب. صلى عليك الله يا روح النهى، ما دامت الدنيا ودار الدولب. ألا يا رسول الله إني عاشق، وفي القبة الخضراء أراكم محمد. ألا يا رسول الله إني عاشق، وفي القبة الخضراء أراكم محمد. ألا يا رسول الله إني عاشق، وفي القبة الخضراء أراكم محمد. ألا يا رسول الله يا روح روحنا نرجو اللقاء أبدا دواما محمد. يا رب بالمصطفى
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد അർഹമർ റഹീമീനായ അല്ലാഹു നമ്മുടെ ഈ മഹത്തായ സംഗമം അവൻ സ്വീകരിക്കുന്ന സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ആത്മീയമായി അടുപ്പമുള്ള മജ്ലിസിൽ അല്ലാഹു ഇതിനെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ശൈഖുനമാരും ഉസ്താദുമാരുമായ സർവ്വ ആലിമീങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരുടെ ആത്മീയമായ തണൽ ഒരുപാട് കാലം ആസ്വദിക്കുവാനുള്ള അനുഗ്രഹം അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സർവാദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹധന്യരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ വളരെയധികം സന്തോഷമുള്ള ആഹ്ലാദമുള്ള സന്ദർഭത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് അധികമായ രൂപത്തിൽ ആഘോഷിക്കുകയും ആനന്ദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞാൽ അവന് വല്ലാത്ത ആനന്ദത്തിൻ്റെ അമൃതായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പറ്റി അപദാനങ്ങൾ അറിയിക്കുന്നതും അവിടുത്തെ ജീവിതത്തിലെ അടരുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പരസ്പരം ഷെയർ ചെയ്യുന്നതും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളാണ്. എല്ലാ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതലായി ചർച്ച ചെയ്യുകയും അവിടുത്തെ അവദാനങ്ങൾ അമിതമായി അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ സാങ്കേതികമായി ഇത്ര പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ മൗലൂദിൻ്റെയും മീലാദിൻ്റെയും വിരോധികളായ ആളുകൾ നബിദിനം എന്ന് പറയുന്നത് കേരളത്തിലെയും കർണാടകയിലെയും ചില ഉൾഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഏർപ്പാടാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പലപ്പോഴും പല ജനങ്ങൾക്കും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ലോകത്തെ എല്ലാം മുസ്ലിം എന്ന വിഭാഗം എവിടെയുണ്ടോ അവിടെയെല്ലാം മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ചുള്ള അപദാനങ്ങൾ, അവിടുത്തെയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ, അവിടുത്തെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്തിട്ടുള്ള അത്ഭുതകരമായ സംഭവങ്ങൾ
എല്ലാം അയവിറക്കുന്ന മജ്ലിസുകൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് ഒരു വാസ്തവമാണ്, തിരസ്കരിക്കാനാവാത്ത ഒരു സത്യമാണ്. ഇതൊന്നറിയണമെങ്കിൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചെറിയൊരു ക്ലിക്ക് ചെയ്താൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടക്കുന്ന റാലികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നലത്തെ പത്രമെടുത്തു നോക്കിയാൽ യമനിൽ നടന്ന വളരെ വമ്പിച്ച റാലി, അതേപോലെ ശ്രീലങ്കയിൽ നടക്കുന്ന റാലി, ബംഗ്ലാദേശിൽ നടക്കുന്ന റാലി, ഇന്തോനേഷ്യയിൽ നടക്കുന്ന റാലി, സുഡാനിൽ നടക്കുന്ന റാലി. എന്തിന്? ഇനി നിങ്ങളാരും അമേരിക്കയിലോട്ട് വരരുത് എന്ന് പറഞ്ഞ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ കാൻഡിഡേറ്റായ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിൽ പോലും ഇസ്ലാമിക ചിഹ്നങ്ങൾ ഉള്ളിടത്തൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കുള്ളിൽ ഇംഗ്ലണ്ടിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ നമ്മോട് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡമിൽ ഏറ്റവും കൂടുതൽ നാമകരണം ചെയ്യപ്പെടുന്ന പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പേരാണ്. ലോകം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വീകാര്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ സ്വീകാര്യത നാൾക്കുനാൾ വർദ്ധിച്ച് ഏറി വളരെ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് ആർക്ക് വേണ്ടിയാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന്റെ ശബ്ദം നമ്മുടെ സദസ്സിനെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി തരട്ടെ. നിങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് അല്ലാഹു തരുമാറാവട്ടെ. നമ്മുടെ കയ്യിലുള്ളത് എല്ലാം നമ്മിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടാലും, എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടാലും, ആരാധനയുടെ ആത്മാവുകൾ ചോർന്നുപോയി എന്നതിന്റെ പേരിൽ നമ്മെ തന്നെ മാറ്റി നിർത്തപ്പെട്ടാലും, ഒരിക്കൽ പോലും ഡാമേജ് സംഭവിക്കാത്ത അമലുണ്ടെങ്കിൽ, ഒരിക്കൽ പോലും ഡിപ്രീസിയേഷൻ സംഭവിക്കാത്ത പ്രവർത്തനമുണ്ടെങ്കിൽ, ഒരിക്കൽ പോലും കറ പുരളാത്ത പ്രവർത്തനമുണ്ടെങ്കിൽ എന്റെ പേരിലുള്ള സ്വലാത്താണെന്ന് പഠിപ്പിച്ചവരാണ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാളും ചെറിയ സദസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ശബ്ദം കുറച്ചും കൂടി ഗാംഭീര്യത്തോടെ പറയണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം പറഞ്ഞാൽ മതി. ആ പറയുന്നത് നമ്മുടെ സദസ്സ് മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. അവിടുത്തേക്ക് ഈ സദസ്സ് കണ്ടിട്ട് ആഹ്ലാദമുണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ഇടയ്ക്കൊരു കാര്യം പറയാണ്, ആ സ്ക്രീന് അത് പെണ്ണുങ്ങൾക്ക് നോക്കാനുള്ളതാണ്. നിങ്ങൾ എന്നെ ലൈവായിട്ട് എന്നെ കണ്ടാൽ മതി. ഇത് രണ്ടും കൂടെ ആയാലേ, ഞാനും ഇങ്ങനെ നോക്കിപ്പോ എന്നെ കാണിക്കുന്നുണ്ടോ എന്ന് ഞാനും നോക്കിപ്പോയാൽ, അപ്പൊ അതുകൊണ്ട് സ്ക്രീനിൽ നിങ്ങളൊക്കെ കാണും. അല്ല മദനിസ്തേ, എല്ലാവരെയും ഒന്ന് ഇടയ്ക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ ആർക്കും സങ്കടം വേണ്ട. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന തീം, അതിനെപ്പറ്റി ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ദീർഘമായിട്ടൊന്നും പറയുന്നില്ല, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൊണ്ട് നമുക്കറിയാൻ, പറയാൻ, തിരിച്ചറിയാൻ ലോകത്ത് നമുക്ക് അല്ലാഹു സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം ഏതാണെന്ന് ചോദിച്ചാൽ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയൊരു കൊച്ചുമോനോട് എടാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പി ഏതാന്ന് ചോദിച്ചാൽ, നിനക്ക് കിട്ടിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ആ കൊച്ചുമോൻ നമ്മോട് പറയുന്നത് എനിക്ക് റബീഉൽ അവ്വലിനെ പാട്ടുപാടിയപ്പോൾ കിട്ടിയ പ്ലേറ്റിനെ സംബന്ധിച്ചായിരിക്കും. അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞതുപോലെ അനുസരിച്ചതിന്റെ പേരിൽ വാപ്പ കൊടുക്കുന്ന മഞ്ചിനെ സംബന്ധിച്ചായിരിക്കും. വേറെ വല്ലതിനെയും സംബന്ധിച്ചായിരിക്കും. നിങ്ങളെ ജീവിതം എങ്ങനെയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വളരെ റാഹത്താണ്. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളും പറയും വളരെ റാഹത്താണ്. എന്താ കാരണം? എന്റെ എനിക്കൊരു സ്വന്തമായി വീടുണ്ട്, അൽഹംദുലില്ലാഹ്. എനിക്ക് നല്ല ഒരു ഭാര്യയുണ്ട്, അൽഹംദുലില്ലാഹ്. എനിക്ക് നല്ല മക്കളുണ്ട്, അൽഹംദുലില്ലാഹ്.
എനിക്ക് കാറുണ്ട്, ബൈക്കുണ്ട്, വേറെ പലതുണ്ട്. ഒന്നുമില്ലാത്തവന് എനിക്ക് മൊബൈലെങ്കിലും ഉണ്ട്, അൽഹംദുലില്ലാഹ്, സന്തോഷാണ്. പക്ഷേ നാം ഏറ്റവും കൂടുതൽ ഹംദ് പറയേണ്ട നിഅമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ലോകത്തിന് രണ്ട് അഭിപ്രായമില്ല. ഇസ്ലാമിക ലോകത്തിന് അഭിപ്രായ അന്തരമില്ല. ഇസ്ലാമിക ലോകത്തിന് മറ്റൊന്ന് പറയാനില്ല. ഒന്നേ ഒന്ന് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തെ മുഴുവനും ഈമാനിന്റെ മനസ്സുള്ളവർ. എന്താണത്? നമ്മളൊക്കെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളാണ്. റസൂലുള്ള ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഉണ്ടായത്, അല്ലേ? റസൂലുള്ള ഉള്ളത് കൊണ്ടാണ് ഈ പ്രദേശമുണ്ടായത്. റസൂലുള്ള ഉള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിതം കിട്ടിയത്. റസൂലുള്ള ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഹാപ്പി കിട്ടിയത്. ഉറക്കെ പറഞ്ഞേ, റസൂലുള്ള ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ല നല്ല കുടുംബം കിട്ടിയത്. റസൂലുള്ള ഉള്ളത് കൊണ്ടാണ് എല്ലാം ഉണ്ടായത്. അള്ളാഹുവിന്റെ ഹബീബ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ച റബ്ബ് പറഞ്ഞതാണ്, നബിയെ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഒന്നുമില്ല. അങ്ങില്ലായിരുന്നുവെങ്കിൽ ആകാശമില്ല. അങ്ങില്ലായിരുന്നുവെങ്കിൽ ഭൂമിയില്ല. അങ്ങില്ലായിരുന്നുവെങ്കിൽ മലകളില്ല. അങ്ങില്ലായിരുന്നുവെങ്കിൽ മരങ്ങളില്ല. അങ്ങില്ലായിരുന്നുവെങ്കിൽ മാമരങ്ങളില്ല. അങ്ങില്ലായിരുന്നുവെങ്കിൽ ചരങ്ങളില്ല. അന്നില്ലായിരുന്നുവെങ്കിൽ ചരാചരങ്ങളില്ല. അങ്ങില്ലായിരുന്നുവെങ്കിൽ നമ്മളില്ല, നമ്മുടെ വാപ്പമാരില്ല, വല്ലിപ്പമാരുമില്ല, ആരുമില്ല, ആരുമില്ല, ആദമില്ല, നൂഹില്ല, ഒന്നുമില്ല. ലം തുഖ്റജിദ് ദുനിയ മിനൽ അദമി സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാം ഉണ്ടായതിന്റെ കാരണം റസൂലുള്ളയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് മുഴുവനും ഉണ്ടായതിന്റെ കാരണം ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. അങ്ങുള്ളത് കൊണ്ടാണ് ആകാശമുള്ളത്. അങ്ങുള്ളത് കൊണ്ടാണ് ഭൂമിയുള്ളത്. അങ്ങുള്ളത് കൊണ്ടാണ് സർവവും സൃഷ്ടിക്കപ്പെട്ടത്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹിയുള്ളത് കൊണ്ടാണ് എല്ലാം ഉണ്ടായത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുൽ മജീദ് കാമിൽ സഖാഫി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് അല്ലാഹു പൂർണ്ണമായ പുരോഗതി നൽകുമാറാവട്ടെ. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളത് കൊണ്ടാണ് എല്ലാം ഉള്ളത്. ഞാൻ ചെറിയൊരു സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ചെറിയൊരു മയക്കത്തിലാണ്. ഞെട്ടി ഉണർന്നപ്പോഴാണ് തൊട്ടടുത്ത് ഒരു പെണ്ണ് കിടക്കുന്നത് കാണുന്നത്. ഫമദ്ദ യദഹു ഇലൈഹ. ആദം നബി പതുക്കെ അവിടുത്തെ കൈ അങ്ങോട്ട് നീട്ടി. അല്ലാഹ് പറഞ്ഞു, നീട്ടാൻ പാടില്ല ആദമേ, നീ ആ കൈ പിൻവലിക്കണം, അങ്ങോട്ട് കൈ നീട്ടാൻ പാടില്ല. അല്ലാഹു പറഞ്ഞു, ആദമേ, നിനക്ക് ആ പെണ്ണിനെ വേണമെങ്കിൽ തരാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ആ ഡിമാൻഡ്? നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കണം. ആ പെണ്ണിനെ നീ മഹർ കൊടുത്തുകൊണ്ട് കല്യാണം കഴിക്കണം. അപ്പോഴാണ് ആദം നബി അള്ളയോട് ചോദിക്കുന്നത്, പടച്ചവനെ, വമൽ മഹ്റു യാ റബ്ബ്, ഇതെന്താണ് മഹർ എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. കല്യാണം എന്തെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. മഹർ എന്താണെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ എങ്ങനെയാണ് ആ പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടത്? അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞത്, ആദമേ അലൈഹിസ്സലാത്തു വസ്സലാം, നിനക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. നീ എൻ്റെ ജനിക്കാൻ പോകുന്ന 100 നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അവസാനത്തെ പ്രവാചകനായ എൻ്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അത് മഹറായി പരിഗണിച്ച് നിനക്ക് അവളെ സ്വന്തമാക്കാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറയുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് പറയുന്നു, മുത്ത് നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നിനക്ക് സ്വീകരിക്കാം.
മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മഹറാക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാന്റെ ഹബീബ് ഉള്ളത് കൊണ്ടാണ് മഹർ പറഞ്ഞത്. അള്ളാന്റെ ഹബീബ് ഉള്ളത് കൊണ്ടാണ് സ്വലാത്ത് മഹറായത്. ആ മഹർ കൊടുത്തത് കൊണ്ടാണ് ആദം ഹവ്വയെ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരു കല്യാണം നടന്നത് കൊണ്ടാണ് മക്കളുണ്ടായത്, മക്കളെ മക്കളുണ്ടായത്, അവരുടെയും മക്കളുണ്ടായത്. അങ്ങനെ പരമ്പരയുണ്ടായത്. നമ്മുടെ വല്യപ്പമാരുണ്ടായത്, നമ്മുടെ വാപ്പമാരുണ്ടായത്. അങ്ങനെയാണ് നമ്മൾ ഉണ്ടായത്. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. ആദം നബി ഉണ്ടായതിനും കാരണം മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ഉള്ളത് കൊണ്ടാണ് സർവവും ഉണ്ടായത്. എന്തിനധികം പറയണം? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് ചോദിക്കുകയാണ്, മൂസ, നിനക്ക് എന്നോട് കുറച്ചുകൂടി അടുക്കണമെന്ന താല്പര്യമുണ്ടോ? കുറച്ചുകൂടി എന്നോട് അരികത്ത് വരണമെന്ന താല്പര്യമുണ്ടോ? മൂസ നബി പറഞ്ഞു, ഉണ്ട് റബ്ബേ, എനിക്ക് നീയുമായി കുറച്ചുകൂടി ബന്ധം വേണമെന്നുണ്ട്. അല്ലാഹ് പറയാണ്, മൂസ, അടുപ്പം വേണോ? എന്റെ അടുപ്പമുള്ള ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. എന്റെ അടുപ്പമുള്ള ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. ആരാണ് പറയുന്നത്? സർവാധിനാഥനായ പടച്ച തമ്പുരാനാണ്. ആദ്യമായി ലോകത്ത് എങ്ങനെയാണ് സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതാരാ? എങ്ങനെയാണ് പ്രിയം വെക്കേണ്ടതെന്ന് പഠിപ്പിച്ചതാരാ? മുത്തുനബിയോടുള്ള ഇഷ്ടം ലോകത്തെ അറിയിച്ചതാരാ? ജഗനിയന്താവായ പടച്ച തമ്പുരാനാണ്. അള്ളയാണ് ലവ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചത്. അള്ളയാണ് ലൈനടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചത്. അള്ള പ്രിയം വെച്ചതുപോലെ ലോകത്ത് ഒരാൾക്കും ഹബീബിനെ ഇഷ്ടം വെക്കാൻ സാധ്യമല്ല. നിങ്ങൾ കണ്ടിട്ടില്ല, അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് വല്ലാത്ത പ്രിയമാണ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാന്റെ ഹബീബിനെ പറ്റി ആരെന്തെങ്കിലും ആക്ഷേപം പറഞ്ഞാൽ ആദ്യമായി പ്രതികരിക്കുന്നതാരാ? ആദ്യമായി ഉത്തരം പറയുന്നതാരാ? ആദ്യമായി ഖണ്ഡനം നടത്തുന്നതാരാ? സർവാധിനാഥനായ പടച്ച തമ്പുരാനാണ്. വേണൂരങ്ങാടിയിൽ വെച്ചുകൊണ്ട് എൻ്റെ വാപ്പയെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിന്റെ അബ്ബന്റെ അബ്ബാന്നെങ്കിലും പറയാതെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങൂല. എന്റെ ഉപ്പാനെ പറയാൻ സമ്മതിക്കൂല. എന്റെ വാപ്പയെ പറഞ്ഞവനെ ഒരു ജസ്റ്റ് ഒന്ന് കുത്തു കൊടുക്കാതെ നമുക്ക് ഉറക്ക് വരൂല. ഇതെന്തുകൊണ്ട്? വാപ്പനോടുള്ള ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി മിണ്ടിയാൽ അവനെതിരെ ചെറിയ ഒരു പ്രതികരണമെങ്കിലും നടത്തുന്നത് ഇഷ്ടമുള്ളവരുടെ സ്വഭാവമാണ്. ഉണ്ടാൻ വിടൂല, സമ്മതിക്കൂല, എന്തു പറഞ്ഞാലും സമ്മതിക്കൂല. വാപ്പനെ പറഞ്ഞതിന്റെ പേരിൽ കുടുംബത്തെ പറഞ്ഞാൽ, നിങ്ങള് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ ഒരു ലോകകപ്പ് ഫുട്ബോൾ നടന്നു, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അതിന്റെ ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസും ഇറ്റലിയും തമ്മിൽ മത്സരിക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ സിനദിൻ സിദാൻ എന്ന് പറയുന്ന മുസ്ലിമായ വ്യക്തി, അദ്ദേഹം തന്റെ പ്രതിയോഗിയായ മെറ്റരാസി എന്ന് പറയുന്ന ഇറ്റാലിയൻ സ്ട്രൈക്കറോട് അദ്ദേഹം ചെറിയ രൂപത്തിൽ പ്രശ്നമുണ്ടായി. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തലയിടിച്ച് നിലത്ത് വീഴ്ത്തി. റഫറി റെഡ് കാർഡ് കണ്ടിട്ട് അദ്ദേഹത്തെ പുറത്താക്കി. മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു, ലോകം ചർച്ച ചെയ്തു. എന്താ കാരണം? ഈ സിദാൻ എന്ന് പറയുന്നത് ഫുട്ബോൾ ലോകത്തെ നല്ലൊരു വ്യക്തിയാണത്രേ. അല്ലാഹു ആലം. കള്ളും പെണ്ണൊന്നും ഇല്ലാത്ത ആളാണെന്ന് പറയുന്നു. നല്ല ജെന്റിൽമാനാണ്. എന്നിട്ട് എന്താ ലോകകപ്പിന്റെ ഫൈനലിൽ തന്നെ ഇത്തരം ഒരു തെമ്മാടിത്തം ചെയ്യാൻ ഈ പ്ലെയർ എന്തുകൊണ്ട് മുന്നോട്ട് വന്നു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ആ മെറ്റരാസി എന്ന് പറയുന്ന ഇറ്റാലിയൻ ക്രിസ്ത്യൻ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഞാൻ നല്ലവണ്ണം കളിക്കുമ്പോ എന്റെ ചെവിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു പറഞ്ഞു, എന്റെ ഉമ്മായെ ചീത്ത പറഞ്ഞു. എനിക്കത് സഹിച്ചില്ല. ആലോചിച്ച് നോക്കിയേ, അവിടെ അദ്ദേഹം ലോകത്തിന്റെ നെറുകയിൽ എത്തേണ്ടിയിരുന്നവർ ഒന്നുമല്ലാതായി തീർന്നു. എന്തുകൊണ്ട്? ഉമ്മാനെ ഉപ്പാനെ ചീത്ത പറഞ്ഞാൽ സഹിക്കൂല, ഇഷ്ടമുള്ളവരെ ചീത്ത പറഞ്ഞാൽ സമ്മതിക്കൂല എന്നതുപോലെയാണ്
അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ്. അള്ളാഹ് ആദ്യമായി പ്രതികരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുമ്പോഴാണ്. എത്ര സൂറത്തുകളാണ് മുത്തുനബിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി വലീദ് എന്ന് പറയുന്ന കാബാലികൻ അള്ളാഹിന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞപ്പോ പറഞ്ഞത് ഒരേ ഒരു ആക്ഷേപമാണ്, പറഞ്ഞത് ഒരേ ഒരു ചീത്തയാണ്. അല്ല മറുപടി പറഞ്ഞത് 10 വട്ടമാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അങ്ങനെ എങ്ങനെ പറഞ്ഞ് ഫലാ തുതിൽ മുകല്ലിബീൻ ഫലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം ഉതുല്ലിം ബഅദ ദാലിക സനീം. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പരമ്പരയില്ലാത്തവൻ മഅദല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴ് അല്ല പറയാണ്, ഏയ് ഒന്നിന് 10 മറുപടി. ഗണ്ണനം നടത്താൻ ആദ്യമായി പഠിപ്പിച്ചത് അള്ളയാണ്. അള്ളാഹിന്റെ ഹബീബിനെ പറ്റി അനാവശ്യമായി പറഞ്ഞാൽ മൗനിയായിട്ട് നിൽക്കരുത്, അവിടെ സൈലന്റ് ബ്രേക്ക് ചെയ്തിട്ട് പ്രതികരിക്കണമെന്ന് പഠിപ്പിച്ചത് ആരാ? സർവാദിനാഥനായ പടച്ച തമ്പുരാനാണ്. അല്ല പറഞ്ഞു, ഏയ് നീ ആരെയാണോ പറയണത്? എന്റെ ഹബീബിനെയാണോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിടില്ല, നീ പെരുങ്കള്ളനാണ്. അല്ല പറയാണ് ഖുർആനിൽ. ഇത് കേട്ടപ്പോ വലീദ് തന്നെ ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ എന്നെ പറ്റി കള്ളൻ എന്ന് പറഞ്ഞത് ഓക്കെ, ഞാനൊരു കള്ളനാണ്. ഒരു ആത്മവിമർശനം. 9 വിമർശനവും വലീദ് അംഗീകരിച്ചു. കള്ളനാണെന്ന് പറഞ്ഞു, ഫിത്ന ഉണ്ടാക്കുന്നവനാണെന്ന് പറഞ്ഞു, വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു, അതൊക്കെ സമ്മതിച്ചു. സ്വന്തം അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു, വലീദ് ഡാ മുഹമ്മദിന്റെ പുതിയ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, എന്നെ പറ്റി 10 എണ്ണ പറഞ്ഞത്, അതിൽ 9 എണ്ണവും ഞാൻ അഗ്രി ചെയ്യാണ്. പക്ഷേ 10ാമത് പറഞ്ഞത് എനിക്കൊരു ഡൗട്ട്. ജാരസന്തതി എന്നാ പറഞ്ഞു. ജാരസന്തതി എന്ന് വലീദ് പറഞ്ഞു. ജാരസന്ധി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ജാരസന്തതി എന്ന് പറഞ്ഞപ്പോ വലീദ് അതെങ്ങനെയാ പറഞ്ഞത്? ജാരസന്തതി എന്ന് പറഞ്ഞ അത് ഞാൻ അംഗീകരിക്കൂല. 9 എണ്ണത്തിന് മൂപ്പർക്കും സംശയമില്ല. അവിടെ സമസ്ത 2 ഇല്ല, 1 ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വലീദ് ഉമ്മാന്റെ അരികിലേക്ക് പോയി ഉമ്മനോട് ചോദിക്കുകയാണ്, ഉമ്മാ മുഹമ്മദിന്റെ ഖുർആൻ എനിക്കെതിരെ 10 ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 9 എണ്ണവും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. 10ാമത്തതിനെ സംബന്ധിച്ച് എനിക്ക് അറിവില്ല. എന്റെ ഉമ്മയാണ് അതിന് ഉത്തരം പറയേണ്ടത്. ഞാൻ വ്യഭിചാരത്തിൽ പിറന്ന കുട്ടിയാണെന്ന് മുഹമ്മദിന്റെ ഖുർആൻ പറയുന്നു. സത്യം എന്താണ്? ഉമ്മ കുറച്ചൊക്കെ ഇങ്ങനെ പരിങ്ങി. ഉമ്മാക്കല്ലേ അറിയുള്ളൂ, വേറെ ആർക്കറിയാം? ഉമ്മാക്ക് മാത്രമേ അറിയുള്ളൂ. ഉമ്മ കുറച്ചൊക്കെ പരിങ്ങി. വലീദ് വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ കളി എന്നോട് വേണ്ട, തുറന്നു പറഞ്ഞു. മുഹമ്മദിന്റെ മുമ്പിൽ ഞാൻ ഇളിഭ്യനാവുകയാണ്. മുഹമ്മദ് പറഞ്ഞത് കള്ളമാണെന്ന് സമൂഹത്തിന് തെളിയിക്കാനുള്ള ചാൻസാണ്. ഉമ്മ ഇതിൽ നിന്ന് പിന്തിരിയരുത്, സത്യം പറഞ്ഞോ. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, മകനേ നീ ഒരു ജാരസന്തതിയാണ് മകനേ. നീ പറഞ്ഞു നടക്കുന്ന വാപ്പ നിന്റെ വാപ്പയല്ല. ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഹബീബിന് ആക്ഷേപം പറയുമ്പോ, റസൂലുള്ളാഹിനെ ചീത്ത പറയുമ്പോ ആദ്യമായി പ്രതികരിക്കുന്നത് അള്ളാഹുവാണ്. എന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞാൽ അവനെ ഇൻസൾട്ട് ചെയ്ത് വിടുക എന്നത് റബ്ബിന്റെ ശൈലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. റസൂലുള്ളാഹിന്റെ ആൺകുട്ടികൾ വഫാത്തായപ്പോൾ സമൂഹത്തിൽ ചില ആളുകളൊക്കെ പറഞ്ഞു നടന്നു, മുഹമ്മദിന് പരമ്പര കിട്ടൂല, മുഹമ്മദ് പരമ്പര മുറിയുന്നവനാണ്. അപ്പോഴാണ് അള്ളാഹ് ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. അള്ളാന്റെ ഹബീബിനെ പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ റബ്ബ് വെറുതെ വിടൂല. എന്തിനധികം പറയണം, ഹബീബായ നബി തങ്ങൾ ദീനീ പ്രബോധനം നടത്താൻ വേണ്ടി മക്കയിലെ ആളുകളെയൊക്കെ ഒരു മലയുടെ ചെരുവിലേക്ക് വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, മക്കക്കാരെ, ഈ കാണുന്ന പർവ്വതത്തിന്റെ പിന്നാമ്പുറത്ത് നിന്ന്
നിങ്ങൾ ആക്രമിക്കാൻ ശത്രുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വാക്ക് വിശ്വസിക്കുമോ? എന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ മക്കക്കാര് പറഞ്ഞു, മുഹമ്മദേ, എന്ത് വർത്തമാനമാ നീ പറയുന്നത്? നിന്റെ ചോദ്യം എത്ര അപ്രസക്തമാണ്. നിന്നേക്കാൾ വലിയ നല്ലവനാരാ? നീ ഞങ്ങളുടെ ചക്കരയാണ്, നീ ഞങ്ങളുടെ പൊന്നുമോനാണ്, നീ ഞങ്ങളുടെ അബ്ദുള്ളാന്റെ കുട്ടിയാണ്. നീ പറഞ്ഞാലല്ലാതെ പിന്നെ ആരു പറഞ്ഞ